പെൺപിള്ളേർക്ക് കാണാൻ പറ്റിയ പടം. അതെ അതെ, ഗേൾസിന്റെ മോട്ടിവേഷൻ ഒന്നും കൂടി കൂടും. മാർഷ്യൽ ആർട്സ് തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്, കുട്ടികളെ പഠിക്കേണ്ടതാണ്. അത് അതിനൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് ആ സിനിമ കൊണ്ട്. ഞാൻ 4 വർഷം കൂടി ഒരു സിനിമ കാണുന്നതാണ്, പക്ഷേ ഏറ്റവും നല്ല സിനിമ ഫൈൻ. ഇഷ്ടപ്പെട്ടു, മനസ്സ് നിറഞ്ഞു. ബസ് സ്റ്റാൻഡിലായിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ, ഒരുപാട് രാത്രി ഒറ്റയ്ക്ക് വരാൻ തന്നെ നമുക്ക് പേടിയായിരിക്കും. പക്ഷെ ആക്ച്വലി ഒരു പടം കണ്ടാൽ നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവും. ഒരു രക്ഷയില്ല, നല്ല ഫൈറ്റ് സീനാണ്, തകർത്തു. മനസ്സ് പറഞ്ഞു കാശ് കൊടുത്ത മുതലാവും ഈ പടത്തിലാണ്. നല്ല തിരക്കാണ്, നല്ല ഹൗസ്ഫുള്ളാണ് പടത്തില്. Wonderful movie. A good message to you. Very good movie. A good message to you. Lady in your apartment. നല്ലൊരു മെസ്സേജ് ആണ്. താങ്ക് യു. നല്ല പടം, ആക്ഷൻ മൂവിയാണ്. നല്ല ആക്ഷനൊക്കെ നല്ലതായിരുന്നു, സ്റ്റണ്ടൊക്കെ. പിന്നെ എല്ലാവരും നന്നായിട്ട് വിസ്മയം. എന്റെ പൊന്നു ഒന്നും പറയാനില്ല. ലാലേട്ടന്റെ മോളങ്ങോട്ട് തകർത്തെന്ന് പറഞ്ഞാൽ മതി, എനിക്കൊന്നും പറയാനില്ല. എന്റെ ഇഷ്ടപ്പെട്ടു. നല്ല പെൺപിള്ളേർക്ക് നല്ലൊരു മെസ്സേജ്, പെൺപിള്ളേർക്ക് നല്ലൊരു മെസ്സേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, മോഹൻലാല് ബോക്സിംഗ് ചാമ്പ്യനാണ് ഉണ്ടാവുക. പക്ഷെ ഈ കൊച്ചി മറ്റേതാണ്, മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കണം. എന്റെ ഇത് പറയുവാണെങ്കിൽ ഒരു പെണ്ണിന്റെ മേത്തെ കൈ വെക്കണം എന്നുണ്ടെങ്കിൽ അത് ആ പെണ്ണിന്റെ ഇത് വേണം, സമ്മതം വേണം. പറഞ്ഞില്ല, പെണ്ണിന്റെ പെണ്ണുമ്പോഴാണ് ഇവിടെ ഞാൻ കൈ വെക്കും. പക്ഷെ ഒരു പെണ്ണിന്റെ മേത്ത് കൈ വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചു. ഒത്തിരി ഇഷ്ടം. പെൺപിള്ളേർക്ക് കാണാൻ പറ്റിയ പടം. അതെ അതെ, ഗേൾസിന്റെ മോട്ടിവേഷൻ ഒന്നും കൂടി കൂടും. നല്ലതായിരുന്നു. എന്തായാലും പെൺപിള്ളേരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു പടം. അതെ, ഇനി എല്ലാരോടും പറയും. കൊള്ളാം, നല്ലുണ്ട്, നല്ല പടമായിരുന്നു. സൂപ്പർ പടം, നല്ല സിനിമയാണ്. കൊള്ളാം, എല്ലാം കൊണ്ടും നല്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മനസ്സ് നിറഞ്ഞു. ഇല്ല സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. മോഹൻലാലും അടിപൊളി, മോളും അടിപൊളി. ശരിക്കും ഇവരുടെ കൺസെപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മള് സ്ത്രീകള് സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കുകയും ഇടിക്കേണ്ട സ്ഥലത്ത് ഇടിക്കുകയും ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഒരു ചേഞ്ച് ആവുന്ന വേറൊരു കൺസെപ്റ്റിലുള്ള മൂവി തന്നെ. ആന്റണി പെരുമാറിന്റെ മകന്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ലോണം റോൾ ചെയ്തിട്ടുണ്ട്. അവിടെ രണ്ടു വാക്ക് പറയോ, എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ല മൂവിയാ. മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? എൻഗേജിങ് ആയിരുന്നോ? നല്ല മൂവി. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? കൂട്ടുകാരോടൊക്കെ പറയോ സിനിമയെ? പിന്നെ എന്തായാലും പറയും, കാണണം. എങ്ങനെയുണ്ട് വിസ്മയുടെ തുടക്കം? നല്ല തുടക്കം, നന്നായിട്ടുണ്ട്. പിന്നെ ആക്ഷനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആക്ഷനും കൊള്ളാം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പഠിച്ചിരിക്കുന്ന ഒരു മാർഷൽ ആർട്ട് തന്നെയാണ് അത്, നല്ല കാര്യം. ശരിയാ, കുട്ടികളെ വരെ ഉപദ്രവിക്കുന്ന ഈ ലോകത്ത് അല്ലേ? അതാ, എല്ലാ കുട്ടികളും പഠിച്ചിരിക്കണം. ഈവൻ ബോയ്സ് ഓർ ഗേൾസ് അറിഞ്ഞിരിക്കണം ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ്, ബെറ്റർ ആണ് അവരുടെ കാര്യത്തിന് വേണ്ടി. സൂപ്പർ, എല്ലാവരും കണ്ടിരിക്കണം, കണ്ട് പഠിക്കേണ്ട പാഠങ്ങളാണ് ഇതെല്ലാം. ശരിക്കും അമ്മമാര് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം, അമ്മമാര് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട സംഗതികളാണ് എല്ലാം. സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. നമ്മളൊരു സെൽഫ് ഡിഫെൻസിങ് അല്ലേ, ഡിഫെൻഡിങ് ഒരു സെൽഫായിട്ട് നമ്മൾ പ്രതിരോധിക്കും. ഞാൻ 4 വർഷം കൂടി ഒരു സിനിമ കാണുന്നതാണ്, പക്ഷേ ഏറ്റവും നല്ല സിനിമ ഫൈൻ. ഓക്കെ, നല്ല മൂവിയായിരുന്നു. അങ്ങനെയുണ്ട്. വിസ്മയിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചോ? ആക്ച്വലി ലാലേട്ടന്റെ മോളല്ലേ, അപ്പോൾ ഓബ്വിയസ്ലി ആ ഒരു ജീൻ ഉണ്ടാവുമല്ലോ. കണ്ടന്റ് അതായത് ഇപ്പൊ സൊസൈറ്റിയിൽ നടക്കുന്ന റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സെൽഫ് ഡിഫെൻസ് നമ്മൾ ഗേൾസ് എല്ലാവരും പഠിച്ചിരിക്കണം. യെസ്, ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എക്സലന്റ്.
പടം അടിപൊളിയായിരുന്നു. അതിലൊരു സെന്റൻസ് ഉണ്ട്, മേക്ക് യുവർ ഫാദർ പ്രൗഡ്. കറക്റ്റ് അതുപോലെ തന്നെ വിസ്മയ ശരിക്കും ലാലേട്ടനെ പ്രൗഡാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സമൂഹത്തിലുള്ള നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി ഉള്ള പടം തന്നെയാണ്. കാര്യം എല്ലാവരും കണ്ടിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ബസ് സ്റ്റാൻഡിലായിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ, ഒരുപാട് രാത്രി ഒറ്റയ്ക്ക് വരാൻ തന്നെ നമുക്ക് പേടിയായിരിക്കും. പക്ഷേ ആക്ച്വലി ഈ ഒരു പടം കണ്ടാൽ നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവും. എല്ലാവരും ഈ കരാട്ടൊന്നും പഠിച്ചില്ലെങ്കിലും നമുക്കൊരു ധൈര്യം കിട്ടും. കുട്ടികളെ പോലും നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ പഠിപ്പിക്കണം. അതെ, കുട്ടികളെ പോലും പഠിപ്പിക്കണം. എല്ലാവരും പഠിച്ചിരിക്കണം, എല്ലാ പ്രായക്കാരും. നല്ല പടം. മക്കളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കോ? കാണിക്കാം, തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് ഇവരുടെ അടിപൊളി. പറയത്തില്ല, നല്ല കൊള്ളാം. വിസ്മയ നല്ല അഭിനയം, ആന്റണി പെരുമ്പാറിന്റെ പോലും നല്ല അഭിനയം, കുഴപ്പമില്ല, നല്ല പടം. അത്യാവശ്യം കണ്ടിരിക്കാം, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? നിങ്ങൾ സ്ത്രീകളാണ് ശരിക്കും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഒരു മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിരിക്കണ്ടായിരിക്കും. എങ്ങനെയുണ്ട് ചേട്ടന് പറയാനുള്ളത്? നല്ല പടമായിരുന്നു. അവരുടെ പുതുമുഖ താരങ്ങളാണ്, അവരുടെ പ്രകടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? രണ്ടുപേരും നന്നായിരുന്നു. പടം കുഴപ്പമില്ല. ഇന്റർവ്യൂ കുറച്ചില്ല, ഇന്റർവ്യൂ പടം ക്ലാസ് പടം. പക്ഷേ മറ്റേ വിസ്മയ കുഴപ്പമില്ല, നല്ല നല്ല ഇതായിട്ട് അഭിനയിക്കുന്നു. വിസ്മയ നല്ല ഫാമിലി ആയിട്ടുള്ള എല്ലാവരും കാണണ്ടേ? എല്ലാവരും ശരിക്കും ഇത് ഫിലിം, ഇത് ശരിക്കും ഭാവിയിലേക്ക് തന്നെ ഇതിൽ നിന്ന് പ്രചോദനം കൊണ്ട് പലർക്കും പല കാര്യങ്ങളാകാൻ പറ്റും. ശരിക്കും നല്ലൊരു തീമാണ് തന്നെ പറയുന്നത്. അത് തന്നെ, അത് ശരി. അതുകൊണ്ട് അതായത് ഭാവിയിലേക്ക് പിള്ളേർക്കും കുറച്ചും കൂടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഇനിഷ്യേഷനാണ് നമുക്ക് എടുക്കാം. സ്റ്റാർട്ടിങ് മോഡല് നല്ല പിക്ചറാകാനാണ്. പടം ഇഷ്ടപ്പെട്ടു. ആ പെങ്കൊച്ചി നല്ല സൂപ്പറായിരുന്നു. എല്ലാ പെൺപിള്ളേർക്കും ഇതൊരു പ്രയോജനം ചെയ്യും. വളരെ നല്ല സിനിമ, വളരെ നന്നായിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. വിസ്മയുടെ ആദ്യത്തെ പടമാണെങ്കിലും തുടക്കം നല്ല ഗംഭീരമായിട്ടുണ്ട്. വളരെ നല്ല തുടക്കം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മാർഷ്യൽ ആർട്സ്, നല്ല തീം, മയക്കുമരുന്നിനെതിരെ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ, അതൊക്കെ വളരെ നല്ല സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്തായാലും തുടക്കം അടിപൊളി. മാർഷ്യൽ ആർട്സ് തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്, കുട്ടികളെ പഠിക്കേണ്ടതാണ്. അതിനൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് ആ സിനിമ കൊണ്ട്, അത് വലിയ കാര്യമുണ്ട്. പിന്നെ മോഹൻലാൽ പറയുന്നുണ്ട് ആ ഇൻ്റർവെൽ ടൈം തുടങ്ങുമ്പോൾ ഇത് അച്ഛനൊരു പ്രൈഡായിരിക്കണം എന്നുള്ളത്. അച്ഛന് മാത്രമല്ല ജനങ്ങൾക്കൊരു പ്രൈഡാകുന്ന രീതിയിൽ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗംഭീരം. വളരെ വിസ്മയുടെ ആദ്യത്തെ ഒരു ഫിലിം എന്ന രീതിയിൽ അവരുടെ എക്സ്പെക്ടേഷൻസ് റിയലി റൈറ്റ്. ശരിക്കും ഇവർ ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ സെൽഫ് ഡിഫെൻസിനെ കുറിച്ച് അതാ കാരണം ഈ വുമൺ എംപവറിന് ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു പ്രമേയമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മാർഷൽ ആർട്സ് പഠിപ്പിക്കേണ്ട, സെൽഫ് ഡിഫെൻസ് മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന ഒരു പടമാണ്. തീർച്ചയായിട്ടും റിയലി അപ്രീഷിയേറ്റഡ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് എൻ്റർലി. ഓക്കെ, താങ്ക് യു.